ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് നിങ്ങൾ ക്ഷമയൊന്നും പറയണ്ട. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങൾക്കും വൃത്തികേടുകൾക്കും അതിനപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്നൊരു മനുഷ്യനുണ്ട്, എന്റെ ഏട്ടൻ. ഗൗതം, സൂര്യനെ സ്നേഹിക്കാറുണ്ട്, എന്റെ അടുത്തിരിക്കാറുണ്ട്. പക്ഷെ സൂര്യയുടെ സാമീപ്യത്തിന് തരാൻ പറ്റാത്ത എന്തോ ഒന്ന് നീ എനിക്ക് തരുന്നുണ്ട്. എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും നീ ഇല്ലാതെ എനിക്ക് പറ്റാത്തതാ. കണിമംഗലം കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ഇവിടെ പിറക്കാന്ന് പറഞ്ഞാലേ അതൊരു ഭാഗ്യം. അതും ആണായിട്ട് പിറക്കാന്ന് പറഞ്ഞാ അതൊരു മഹാഭാഗ്യം. പക്ഷെ എന്ത് ചെയ്യാനാ, ആണും പെണ്ണും കെട്ട ഒരു ജന്മത്തിന് കണിമംഗലം ചന്ദ്രശേഖരൻ ജന്മം നൽകിപ്പോയി. അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അന്തസ്സില്ലായ്മ കാണിച്ചതിന് മകനും പോണോ ആ വഴിക്ക്? വിളിച്ചു വരുത്തുള്ളൂ ഞാൻ എല്ലാരെയും. ഇറങ്ങിപ്പോടാ. പോവാൻ. നാഴികയ്ക്ക് 40 തൊട്ട് അന്തസ്സിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ നടക്കുന്നവര് സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാൻ അറിയാം. നാണം ഉണ്ടോ നിങ്ങക്ക്? ഏട്ടനെ പോലെ ഇത്ര സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നിങ്ങക്ക് ചതിക്കാൻ തോന്നുന്നത്? ഭർത്താവിന്റെ അനുജനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ജനിച്ച കുലത്തിന്റെ അന്തസ്സായിരിക്കും അല്ലേ? അല്ല രാധികയെ, നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. സത്യത്തില് എന്റെ കണ്ണില് കരട് പോട്ടെ, അത് ഗൗതം എടുത്തു തരാൻ ശ്രമിച്ചതാ. അതെ, പുറത്തേക്ക് ഇറങ്ങിയാൽ അംഗനവാടിയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ ആരെങ്കിലും കാണും. അവരോട് പറഞ്ഞാ പോലും അവര് പോലും വിശ്വസിക്കില്ല ഈ വൃത്തികെട്ട നുണക്കഥ. ഈ ഗൗതമിനെ പോലെ ഒരുത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്കിത് വെറൊരു നേരം പോക്ക. എന്തെങ്കിലും ഒരു വിഷയം വന്നാ അവര് കൈകഴുകി രക്ഷപ്പെടും. ഈ പ്രശ്നത്തിന്റെ പേരില് കണിമംഗലത്ത് നിന്ന് പുറത്തിറങ്ങിയാല് നല്ല പേരായിരിക്കും ഏട്ടത്തിക്ക്. ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാനും ആ പേര് തന്നെ ധാരാളം. രാധികെ, ഞാനേ നിന്റെ കാല് പിടിക്കാം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. പ്ലീസ് രാധികെ, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് നിങ്ങൾ ക്ഷമയൊന്നും പറയണ്ട. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരങ്ങൾക്കും വൃത്തികേടുകൾക്കും
അതിനപ്പുറം നിങ്ങളെ സ്നേഹിക്കുന്നൊരു മനുഷ്യനുണ്ട്, എന്റെ ഏട്ടൻ. എപ്പോഴെങ്കിലും നിങ്ങൾ ആ മനുഷ്യന്റെ കാൽക്കലൊന്ന് വീഴണം, കരഞ്ഞൊന്ന് മാപ്പ് ചോദിക്കണം. ഞാനായിട്ടൊന്നും തല്ലി തകർക്കുന്നില്ല. കാരണം ഈ കുടുംബത്തിന് ഞാൻ അത്രയും വില കൽപ്പിക്കുന്നുണ്ട്. ഇനിയെങ്കിലും അന്തസ്സുള്ളൊരു പെണ്ണിനെ പോലെ ജീവിക്കാൻ പഠിക്കേ. അതെ, ഇനി കണ്ണിൽ പൊടി വീണാലേ അതെടുക്കാൻ എന്നെ വിളിച്ചാ മതി. കേട്ടല്ലോ? മോനെ, കണിമംഗലത്തൊക്കെ ആണെങ്കിൽ ഈ വഴി നേരെ പോയാൽ മതി. മോനെ, ഞാൻ കണിമംഗലത്തേക്ക് വന്നതല്ല, മോനെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്തിന്? കൊറേ ദിവസമായിട്ട് മനസ്സിന് സുഖമില്ലാന്നും പറഞ്ഞ് ആറ്റുവാശ്ശേരിയില് എന്നെ പൂട്ടിയിട്ടിരിക്കുക. ഓ, അറിഞ്ഞു മോനെ, ശരിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല. അതും അറിയാം. എന്നെ ഇപ്പൊ ആരും വിശ്വസിക്കില്ല എന്നറിയാം. 2 ദിവസമായിട്ട് മോനെയോ മോന്റെ അമ്മയോ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എത്ര തവണ ശ്രമിച്ചതാന്നറിയോ? ഓരോ തവണയും അവര് പിടിച്ചു പൂട്ടിയിടും. നിങ്ങളെന്തിനാ ഞങ്ങളെ കാണുന്നത്? മോന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത് എന്തിനാ? പ്രിയങ്കയെ കൊന്ന കുറ്റത്തിനല്ലേ? അതിന്റെ പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ചാണോ? അല്ല മോനെ, മോന്റെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ട ഒരാവശ്യമില്ല. കാരണം പ്രിയങ്ക മരിച്ചിട്ടില്ല.